ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ നാട്ടിലെ ഈ ഒരു കാലാവസ്ഥയിൽ കുടിക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്കാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ക്യാപ്പച്ചിനോ. ക്യാപ്പച്ചിനോ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടി വരുന്നത് ഒരു ഫ്രോത്തി ആയിട്ടുള്ളൊരു കോഫിയാണ്. അപ്പം ഇത് വീട്ടിലുണ്ടാക്കാൻ നല്ല സിമ്പിളാണ്, എല്ലാവർക്കും ഒരേപോലെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണ്. അതുപോലെ ഈ ഒരു ക്രീം നിങ്ങൾ വീട്ടിലുണ്ടാക്കി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഈ ഒരു ക്യാപ്പച്ചിനോ വീട്ടിലുണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ നോക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കന്നഡ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്യാപ്പച്ചിനോയുടെ റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ക്യാപ്പച്ചിനോയുടെ റെസിപ്പി ഒരുപാട് മുമ്പ് 3 വർഷങ്ങൾക്ക് മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സെയിം റെസിപ്പിനെയാണ് ഞാൻ ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. നല്ല പെർഫെക്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ ആദ്യം നമുക്കൊരു ബോൾ എടുത്തിട്ട് അതിലോട്ട് നമുക്ക് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർത്ത് കൊടുക്കുക. നമ്മൾ സാധാ കാപ്പിപ്പൊടിയൊന്നും ഈ ക്യാപ്പച്ചിനോ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കാൻ പറ്റില്ല. അതുപോലെ ബ്രൂ കോഫി അല്ലെങ്കിൽ നെസ്കഫെ കോഫി പൗഡർ അതൊക്കെ വേണം എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതായത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് വേണ്ടത്. അപ്പോൾ ഇതുപോലെ 2 രൂപേൻ്റെ പാക്കൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത് നമ്മളിതുപോലെയൊക്കെ ചെയ്ത് വെക്കുമ്പോൾ. അപ്പം ഇതുപോലെ ഫൈനായിട്ടുള്ള പൗഡർ ആയിരിക്കണം. ചിലപ്പോൾ നമ്മൾ ബ്രൂ കോഫിയൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പം ഗ്രാനുൾസ് ആയിട്ടായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ അതൊന്നും ചെറുതായിട്ട് പൊടിച്ചെടുത്തിട്ട് വേണം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇവിടെ 3 ടേബിൾ സ്പൂണ് ബ്രൂ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്തിപ്പം മെഷറിംഗ് കപ്പും മെഷറിംഗ് സ്പൂണും ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഏത് പാത്രത്തിലാണോ നിങ്ങൾ ഈ കോഫി പൗഡർ അളന്നെടുക്കുന്നത് ആ സെയിം പാത്രത്തിൽ തന്നെ ഇതിലോട്ട് ചേർക്കാനുള്ള പഞ്ചസാരയും അതുപോലെ വെള്ളവും അളന്നെടുക്കുക കേട്ടോ. അങ്ങനെ ഒരേ അളവിൽ തന്നെ എല്ലാതും എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ ഒരു ബൗളിലിട്ട് ഇതുപോലെ നമ്മൾ ബ്രൂ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർത്ത് കൊടുത്തു ആദ്യം. ഇനി ഇതിലോട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനൊരു 3 ടേബിൾ സ്പൂൺ തന്നെ പഞ്ചസാര സെയിം സ്പൂണിൽ തന്നെ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പഞ്ചസാര പൊടിച്ചെടുക്കേണ്ടെന്ന് ആവശ്യമില്ല, നേരെ ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്യുമ്പം അത് എല്ലാം കൂടി റെഡി ആയിക്കോളും. ഇനി ഇതിലോട്ട് ചേർക്കാനുള്ളത് വെള്ളമാണ്. സാധാ പച്ച വെള്ളമാട്ടോ ചേർക്കുന്നത്. അതും 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പലരും കഴിഞ്ഞ വീഡിയോയിൽ മുമ്പത്തെ വീഡിയോയിൽ പല കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൽ ക്ലിയർ ആയിട്ട് പറയുന്നത് സാധാ വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. തണുത്ത വെള്ളമോ അല്ലെങ്കിൽ ചൂടുള്ള വെള്ളമോ ഇളം ചൂടുള്ള വെള്ളമോ ഒന്നുമല്ല, സാധാ വെള്ളമാട്ടോ ചേർക്കുന്നത്. ഇനി ഇത് ബീറ്റർ വെച്ചിട്ട് തന്നെ ബീറ്റ് ചെയ്യണം. നമ്മൾ സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെച്ചിട്ടോ വിസ്ക് വെച്ചിട്ടോ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. ബീറ്റർ വെച്ചിട്ട് ഇതുപോലെ ബീറ്റ് ചെയ്താലേ നല്ല കറക്റ്റായിട്ട് കിട്ടുള്ളൂ, നല്ല സ്റ്റിഫാക്കിയിട്ട് കിട്ടുള്ളൂ. അപ്പം ഞാൻ ആ ഒരു ഇതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ കാണിക്കാൻ കാരണം തന്നെ അത്യാവശ്യം സമയം എടുക്കുന്നൊരു പ്രോസസ്സാണ് ഇതിങ്ങനെ ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്യുമ്പോൾ. ആദ്യം കുറച്ചൊന്ന് ക്രീമി ആവും, പക്ഷെ നല്ല സ്റ്റിഫാവുന്ന വരെ നമ്മളത് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. കേക്കിൻ്റെ ക്രീമൊക്കെ നന്നായിട്ട് സ്റ്റിഫായിട്ട് വരില്ലേ, അതുപോലെ ആ കളർ ചേഞ്ച് കണ്ടില്ലേ, അതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതുകൊണ്ട് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കാൻ കാരണം കേട്ടോ. കണ്ടോ, നല്ലോണം സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു സ്റ്റേജിൽ നമുക്ക് നിർത്താം. അപ്പം നമ്മുടെ ക്യാപ്പച്ചിനോയുടെ ക്രീം റെഡിയായി. ഇപ്പം 1 കപ്പ് ക്യാപ്പച്ചിനോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ ക്രീമൊക്കെ മതിയാവും. ബാക്കിയുള്ള നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം, നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ എടുത്ത് വെക്കാം. അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ക്യാപ്പച്ചിനോ വീട്ടിലുണ്ടാക്കാൻ പറ്റും. പാൽ തിളപ്പിച്ചിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ക്രീം ആദ്യം സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. ഇതുപോലെ നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യണം. പിന്നെ ഒരുപാട് നാൾ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കുമ്പം അതിൻ്റെ ആ ഒരു സ്റ്റിഫ്നെസ് ഒക്കെ പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാഴ്ചൻ്റെ അകത്ത് തന്നെ നമ്മൾ യൂസ് ചെയ്യാൻ നോക്കുക. ഇതിപ്പോൾ കുറച്ച് മാത്രമല്ല ഉണ്ടാക്കിയിട്ടുള്ളൂ, അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കഴിയും. അതുപോലെ നമ്മൾ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഉണ്ടല്ലോ, നെസ്കഫെ ബ്രൂ പോലത്തൊക്കെ, അത് നമ്മൾ തുറന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കണം, പുറത്ത് വെക്കാൻ പറ്റില്ല. പുറത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ട പിടിച്ചിട്ടുണ്ടാവും. ഹോർലിക്സ്, ബൂസ്റ്റ് ഇതൊക്കെ നമ്മൾ തുറന്ന് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് നല്ലത്. ഫ്രിഡ്ജിൽ താഴെ വെക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ടുള്ള പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പം ഒരു കപ്പിലും കുറച്ചുകൂടെ കൂടുതൽ പാൽ തിളപ്പിച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് തിളച്ച ശേഷം അതിലോട്ട് നമുക്ക് ഈ ഒരു ക്യാപ്പച്ചിനോട്ട് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. സാധാരണ ചിലർ മധുരമില്ലാണ്ടൊക്കെ ആയിരിക്കും ഈ ക്യാപ്പച്ചിനോ കുടിക്കുന്നത്. അപ്പം ഞാനിപ്പോൾ മധുരം ചേർക്കുന്നുണ്ട്. നമുക്ക് മധുരമില്ലാണ്ട് നമുക്ക് ക്യാപ്പച്ചിനോ കോഫിയൊന്നും കുടിക്കാൻ പറ്റില്ലല്ലോ. അപ്പം 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അപ്പോൾ നല്ല തിക്കായിട്ടുള്ളൊരു ഫ്ലേവർ ആയിരിക്കും നമ്മുടെ ക്രീമിന് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ കപ്പിലോട്ട് ഈ നല്ല തിളച്ച പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള മധുരം ഉണ്ടല്ലോ. ഇനി ഈ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്യാപ്പച്ചിനോയുടെ ക്രീം ഉണ്ടല്ലോ, അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു ക്രീം മധുരമൊന്നും ഉണ്ടാവില്ല, നല്ലൊരു കോഫി ഫ്ലേവർ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചിലർക്ക് ഭയങ്കര തിക്കായിട്ടുള്ള ക്യാപ്പച്ചിനോ വേണ്ടി വരും. അപ്പം 2-3 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക. പക്ഷേ നമ്മൾക്ക് സാധാരണ ഈ ഒരു ടേബിൾ സ്പൂൺ തന്നെ ധാരാളമാണ്. നല്ല തിക്കായിട്ടുള്ള ഫ്രോത്തി ആയിട്ടുള്ള ക്യാപ്പച്ചിനോ കിട്ടുന്നതായിരിക്കും ഈ ഒരു ടേബിൾ സ്പൂൺ വെച്ചിട്ട്.
അതുപോലെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ക്രീമാണെങ്കിൽ നമ്മൾ പാൽ തിളപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഫ്രിഡ്ജിൽ നിന്ന് ആ ഒരു ക്രീം പുറത്തേക്ക് വെക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ നേരെ തണുത്തത് ഈ ചൂടുള്ള പാലിലോട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ ശരിയായി കിട്ടില്ല. അപ്പം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ക്രീം പുറത്ത് വെച്ചിട്ട് വേണം നമ്മൾ പാൽ തിളപ്പിക്കാൻ വെക്കാൻ. ആ സമയം കൊണ്ട് അത് നോർമൽ ടെമ്പറേച്ചറിലോട്ട് വന്നിട്ടുണ്ടാവും. നമുക്കത് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ക്യാപ്പച്ചിനോ റെഡിയായി. നല്ല സിമ്പിളാണ്. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ ഇതുപോലെ നമുക്ക് ഇങ്ങനെ ക്രീം ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ക്യാപ്പച്ചിനൊക്കെ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ളൊരു ഡ്രിങ്ക് ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും വീട്ടിൽ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ ക്രീമി കോഫി എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നമുക്ക് പാലിന് പകരം ക്രീമും ചേർത്ത് കൊടുക്കാം കേട്ടോ. ചിലർ ക്രീമൊക്കെ ചേർത്തിട്ട് എന്താ പറയുക ക്യാപ്പച്ചിനോ ഉണ്ടാക്കും. അപ്പോൾ കുറച്ചുകൂടെ ഭയങ്കര തിക്കാവും. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ പാൽ തന്നെ ധാരാളമാണ്. നല്ല ഫ്രോത്തി ആയിട്ട് വന്നാൽ മതി. എന്നിട്ട് ഇതുപോലെ ക്രീം നമ്മുടെ ക്യാപ്പച്ചിനോയുടെ ക്രീം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാപ്പച്ചിനോ. ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ പുതിയൊരു വീഡിയോയുമായിട്ടും വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ. താങ്ക് യു.